ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അച്ഛനുമായിട്ട് വിളവെടുക്കാൻ പോകുന്നതിൻ്റെ അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കാർത്തിക ആയതുകൊണ്ട് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ എടുക്കാമെന്ന് കരുതി. അങ്ങനെ അച്ഛനും ഞാനും കൂടി പോയി. നല്ല മഴയായിരുന്നു. മഴയൊന്ന് തോന്നുന്ന സമയത്ത് ഞാനും അച്ഛനും കൂടി അയ്യത്തിറങ്ങിയിട്ട് അച്ഛനെ കൊണ്ട് ഞാൻ ഓരോന്ന് എടുപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ലക്ഷ്യമിട്ടത് ചീനിയിലായിരുന്നു. ചീനി എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിനകത്തോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ അച്ഛൻ ചീനിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ പറഞ്ഞ് ഞാൻ ചുമ്മാ പണിയെടുക്കാൻ നിൽക്കുകയാണെന്ന്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പണിയെടുക്കുന്നുണ്ട്. പിന്നെ പണി എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട, കയ്യിൽ ചെളിയാവും, എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറിയിരിക്കുക. അല്ലാതെ ഞാൻ പണിയൊക്കെ എടുത്ത് കൊടുക്കും. ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ട് പണിയെടുക്കാനൊന്നും പറ്റില്ല, കയ്യിൽ ഫുള്ള് ചെളിയാവും. കാരണം എൻ്റെ കയ്യിൽ നഖമുണ്ട്. നഖത്തിലായി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പറയും ചോറ് കഴിക്കുന്ന കയ്യാ വേണ്ട എന്നൊക്കെ പറയും. അതുകൊണ്ട് പിന്നെ ഞാൻ അച്ഛൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞതും കൂടി കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ അച്ഛൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നിന്നപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഈ അയ്യത്തൊരു പോച്ചയില്ലായിരുന്നു. ഈ വീഡിയോയിൽ അതിനധികം പോച്ചയായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. ഈ അയ്യത്ത് കൃഷിയെക്കാട്ടി കൂടുതലായിട്ട് പെട്ടെന്ന് പോച്ച കിളിച്ച് കയറും. അതിനെന്തെങ്കിലും വളം ഇട്ടിരിക്കുകയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാനത് നോക്കി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അച്ഛൻ ആദ്യം ചീനിയൊക്കെ എടുത്ത്, ചീനി പിന്നെ ഈ ചരുവം കൊണ്ടാണ് ഞങ്ങൾ പോയത്. കാരണം തോനെ എടുക്കുമല്ലോ, കാരണം കാർത്തിക ആയതുകൊണ്ട് നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. അപ്പം തോനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോനെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ചരുവായിട്ടാണ് ഞാൻ പോയത്. ഞാനല്ല, അച്ഛൻ പോയത്. അച്ഛൻ്റെ പിറക്കെ ഞാനും പോയി. അങ്ങനെ അച്ഛൻ കുറേ ചീനിയൊക്കെ എടുത്ത് ആദ്യം ചീനിയൊക്കെ ഇതിനകത്താക്കിയിട്ട് അച്ഛൻ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് പോയിട്ട് കുന്താലി എടുത്തിട്ട് വരാം, അടുത്ത സാധനം എടുക്കണമെങ്കിൽ കുന്താലി വേണം. അങ്ങനെ ഞാൻ പോവുകയാണ്. ഞാൻ പണിയെടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ പണിയെടുക്കാൻ പോവുകയാണ്. കുന്താലി ഞാൻ പ്രതീക്ഷിച്ച കണക്കല്ലായിരുന്നു, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പണ്ട് നമ്മളതിലിരുന്ന കുന്താലിക്ക് അത്രയും വെയിറ്റ് ഇല്ല. ഇത് പുതിയതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല വെയിറ്റ്, ഞാൻ പ്രതീക്ഷിച്ച കണക്കല്ല. ഞാൻ പണ്ട് എടുക്കുന്ന പോലെ ചാടി കയറി അങ്ങ് എടുത്തു കൊടുത്ത് അതൊരു വിധത്തിൽ എന്നെക്കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ തോളിലെടുത്ത് വെച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഞാനിനി അച്ഛൻ്റെ കൊണ്ട് കൊടുത്ത്. ഇത് നനകിഴങ്ങെന്ന് പറയും. ഇത് നിങ്ങളെയൊക്കെ സ്ഥലത്ത് എന്തോ പറയുന്നതെന്ന് പറയണേ. ഇത് നമ്മളവിടെ നനകിഴങ്ങെന്ന് പറയും. അതിന് എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ചേമ്പും ഇതും ചീനിയും. അതിന് ഇതും വേണമെന്ന് പറഞ്ഞിട്ട് ഇതും അച്ഛനെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ അച്ഛൻ അതിനെയൊക്കെ എടുക്കും. ഞങ്ങളൊരു 3 മൂട് എടുത്തിട്ടുണ്ട്. അതും എല്ലാവർക്കും കൊടുക്കാനാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ അതിനകത്തുനിന്ന് വിത്ത് മാറ്റും, അതിന് വേണ്ടിയിട്ട് അച്ഛൻ തോനെ എടുത്തതാണ്. അങ്ങനെ അതെടുത്തുകൊണ്ടിരിക്കും അച്ഛൻ. പിന്നെ പണ്ട് തൊട്ടേ അച്ഛൻ ഇങ്ങനെ അയ്യത്ത് ജോലിക്ക് പോകുമ്പോൾ ഞാൻ കൂടെ പോകാറുണ്ട്. കാരണം എനിക്കെല്ലാം നടുന്നതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. നമുക്ക് കൊണ്ട് ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആടിനെയൊക്കെ നോക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഇപ്പം ആടൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് കൃഷി മാത്രമേ ഉള്ളൂ. ഇനി ആട് വേണ്ട. അങ്ങനെ ഇവിടെ അവിടെ പോയിരുന്ന മെയിൻ പ്രശ്നം കൊതു കടിക്കുക. അങ്ങനെ കൊതുവിന് ഓരോന്നിനായിട്ട് ഞാൻ കൊന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവനെ ഞാൻ ആദ്യം കൊന്ന കൊതു, അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ അതിനെ കൊന്ന്. ഞാൻ കൊതുവിനെ കൊല്ലുന്ന സമയത്ത് അച്ഛൻ 2-3 മൂട് എടുത്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. അച്ഛൻ എടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ കയ്യിലൊക്കെ ചെളിയായി. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് തൊടണ്ടാന്ന്. അല്ലെങ്കിൽ ഞാൻ പറക്കി ഇട്ട് കൊടുത്താൽ അച്ഛൻ തൊടണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തൊടുന്നില്ല. അങ്ങനെ അച്ഛൻ തന്നെ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ അച്ഛനെ വായി നോക്കി നിന്ന്. അതിന് ശേഷം ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി ചേമ്പെടുക്കാനായിട്ട്. അങ്ങനെ ചേമ്പെടുക്കാൻ പോയപ്പോൾ അച്ഛൻ താ വരുന്നെന്ന് പറഞ്ഞ് അച്ഛനും പോയി. അങ്ങനെ ഇനി ചേമ്പൊക്കെ എടുക്കണം. ചേമ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. മഴയത്ത് പിന്നെ വരുന്ന നടക്കത്തെയൊന്നുമില്ല. നാളെ കാർത്തികയാണ്. നാളെ ഉദ്ദേശിച്ച് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ നാളെ. അന്ന് കാർത്തികയായിരുന്നു. അപ്പം തലേന്ന് എടുത്താലേ എല്ലാവർക്കും കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തലേന്ന് എടുത്ത് പിന്നെ നമുക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് രാത്രിയാവും എന്തുമായാലും. അങ്ങനെ നമ്മൾ ചേന എടുക്കട്ടെ അച്ഛൻ, അല്ല ചേമ്പെടുക്കട്ടെ, സോറി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചേനയ്ക്ക് ചേമ്പെന്നും ചേമ്പിന് ചേനയെന്നോ പറഞ്ഞത്, സോറി. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അച്ഛൻ എൻ്റെ കയ്യിൽ കുന്താലി തന്ന്. അങ്ങനെ ഞാൻ കുന്താലി കഴുകാനായിട്ട് ടാപ്പിനടുത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ എൻ്റെ കാലൊക്കെ കഴുകി. ഇനി നേരെ അകത്തോട്ട് പോകും. അച്ഛൻ എവിടെയോ കൊണ്ടുചെന്ന് വെച്ചിട്ടുണ്ട്. ഞാനത് നോക്കി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അതിനെയൊക്കെ ദാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മളെടുത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.